മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അൽ ഫലാഹ് സർവകലാശാലയിലെ ചെയർമാൻ അറസ്റ്റിലായി എന്ന ഒരു വിവരമാണ് പുറത്തുവരുന്നത്. പിടിയിലായത് ജാവേദ് അഹമ്മദ് സിദ്ദിഖി. അറസ്റ്റ് ചെയ്തത് ED ആണ്. അറസ്റ്റ് സർവകലാശാലയിലെ സാമ്പത്തിക ക്രമക്കേടിലാണ് നടപടി. സർവകലാശാലയിലെ റെയ്ഡിന് ശേഷമാണ് അറസ്റ്റ്. കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് റെയ്ഡ് നടന്നത് 25 ഇടങ്ങളിലാണ്. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. അൽ ഫലാഹ് സർവകലാശാലയിലെ ചെയർമാനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ജാവേദ് അഹമ്മദ് സിദ്ദിഖിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ED ആണ് ജാവേദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സർവകലാശാലയിലെ സാമ്പത്തിക ക്രമക്കേടിലാണ് ഇപ്പോൾ അറസ്റ്റ് എന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. സർവകലാശാലയിലെ റെയ്ഡിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. സർവകലാശാലയിലെ റെയ്ഡിന് ശേഷമാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് എന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 25 ഇടങ്ങളിലാണ് ഇന്ന് റെയ്ഡ് നടന്നത്. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട തെളിവുകളും ED ശേഖരിച്ചിട്ടുണ്ട്. അൽ ഫലാഹ് സർവകലാശാലയിലെ സാമ്പത്തിക ക്രമക്കേടിലാണ് ഇപ്പോൾ സർവകലാശാല ചെയർമാൻ അറസ്റ്റിലായിരിക്കുന്നത്. ജാവേദ് അഹമ്മദ് സിദ്ദിഖിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ED ആണ് ജാവേദ് അഹമ്മദ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സർവകലാശാലയിലെ സാമ്പത്തിക ക്രമക്കേടിലാണ് ഇപ്പോൾ EDയുടെ നടപടി. സർവകലാശാലയിലെ റെയ്ഡിന് ശേഷമാണ് അറസ്റ്റ് എന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്ന് 25 ഇടങ്ങളിലാണ് ED റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിന് പിന്നാലെയാണ് ഇപ്പോൾ ചെയർമാന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ജാവേദ് അഹമ്മദ് സിദ്ദിഖിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. സർവകലാശാലയിലെ സാമ്പത്തിക ക്രമക്കേടിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് ജാവേദ് അഹമ്മദ് സിദ്ദിഖിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് 25 ഇടങ്ങളിലാണ് ED റെയ്ഡ് നടത്തിയത്. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട തെളിവുകളും ED ശേഖരിച്ചിട്ടുണ്ട്. അൽ ഫലാഹ് സർവകലാശാലയിലെ ചെയർമാനായ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയാണ് ഇപ്പോൾ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.